ഇന്ന് ഞാനുണ്ടാക്കിയ ബിരിയാണി കണ്ടാലോ? അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഉള്ളി, ചിക്കൻ, ലെമൺ, ടൊമാറ്റോ, പിന്നെ നമ്മുടെ വെളുത്തുള്ളി. ഇത്രയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ പുതിന മല്ലിച്ചപ്പും നമ്മുടെ ചിക്കൻ ഇനി മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിനായി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, നാരങ്ങ നീരൊഴിച്ച് 10 മിനിറ്റ് വെക്കാം. അതിനുശേഷം നമ്മുടെ ഉള്ളി മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കാം. ഇതിൽ നിന്ന് കാൽഭാഗം മാറ്റിവെച്ച് ബാക്കി നന്നായി പൊടിച്ചെടുക്കാം. ഇതിൽ നിന്ന് കാൽഭാഗം മാറ്റി വെക്കണം. നമുക്ക് ബിരിയാണി ആയതിനു ശേഷം ചേർക്കാം. ഇനി നമ്മുടെ അത് വറുത്ത് വെച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ പൊരിച്ചെടുക്കാം. നമുക്ക് 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഇതിൽ അരിയിട്ട് തിളപ്പിക്കാം. പൊരിച്ചത് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് മസാല ഉണ്ടാക്കേണ്ട പണി തുടങ്ങാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റ് ഇട്ട് നമുക്ക് തക്കാളി 10 മിനിറ്റ് വേവിക്കാൻ വെക്കാം. അതിനുശേഷം നമുക്കതെടുത്ത് നോക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളി പൊരിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ തൈരും പുതിനച്ചപ്പും ചേർത്ത് കൊടുത്ത് അത് നമുക്ക് ഇറക്കി വെക്കാം ചിക്കനിൽ. ഇനി നമുക്ക് ദമ്മിടാം. ചിക്കൻ മസാല ആദ്യം ഇട്ട് കൊടുത്തു. അതിലേക്ക് റൈസ് വെച്ചു. അതിനുശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടു. മറ്റ് വറുത്ത് വെച്ചതും ചേർത്തിട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു.